ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കെതിരെ ഇല്ലാത്ത മനുഷ്യക്കടത്ത് ആരോപണം, ഇല്ലാത്ത മതപരിവർത്തനമൊക്കെ ആരോപിച്ച് ഇല്ലാത്ത വകുപ്പുകളും ചുമത്തി തുറുങ്കിലടക്കാൻ കാണിക്കുന്ന വ്യഗ്രത, അല്ലെങ്കിൽ കേരളത്തെപ്പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ പറയുന്ന കള്ള സ്റ്റോറി ഉണ്ടാക്കാനും ആ കള്ള സ്റ്റോറിക്ക് പ്രൊമോഷൻ കൊടുക്കാനും കാണിക്കുന്ന വ്യഗ്രത, ഇവിടെയുള്ള ഹൈന്ദവ സഹോദരിമാർക്ക് നീതി കിട്ടണം എന്ന ശക്തമായൊരു വാക്ക് ഈ ഗ്രൂപ്പുകളിൽ നിന്നൊന്നും ഉയരാത്ത എന്തുകൊണ്ടാകാം ശ്രീ എസ് ജയസൂര്യൻ? ഇവിടെ ശ്രീ മിഥുൻ ആ വിഷയം പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് അവിടെ ഈ ആവശ്യം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്നത് അവിടുത്തെ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ BJPയുമാണ്. ഇവിടെ പറഞ്ഞല്ലോ, അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഹാഷ്മി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി വാഴപ്പിണ്ടിയല്ല, നല്ല നട്ടലുള്ളയാളാണ് എന്ന്. ഞാൻ പറയുന്നു, ഹാഷ്മി പറഞ്ഞത് ശരിയാവട്ടെ, മുഖ്യമന്ത്രി നല്ല നട്ടലുള്ളയാളാവട്ടെ, മുഖ്യമന്ത്രി കർശനമായ നടപടിയെടുക്കട്ടെ. ആ കാര്യത്തിൽ മുഖം നോക്കാതെ BJP ആണോ, വിശ്വഹിന്ദു ആണോ, ബജരംഗദളാണോ, സംഘപരിവാറാണോ, മുഖം നോക്കാതെ വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലുള്ള മുഖ്യമന്ത്രി നല്ല തൻ്റെടമായിട്ട് നടപടിയെടുക്കട്ടെ. BJP അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞ ആരുടെ പേരിലാണെങ്കിലും നടപടിയെടുക്കട്ടെ. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്നാണ് ഞങ്ങളുടെയും ചോദ്യം. അപ്പോൾ ആ പറയുന്ന മുഖ്യമന്ത്രിയുടെ പിന്നിൽ അല്ലെങ്കിൽ SITയുടെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കാൻ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ, ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ പറയുന്ന മഹാമൗനമുണ്ടല്ലോ, ആ മഹാമൗനം ഒത്തിരി പേരെ പേടിപ്പെടുത്തുന്നുണ്ട്. തൃശ്ശൂരിൽ 3 വർഷം മുമ്പ് 3 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 3 കൊല്ലക്കാലം അവർ ഇവിടെ കോടതി കയറി ഇറങ്ങി നടന്ന് 2 ദിവസം മുമ്പാണ് കുറ്റവിമുക്തരാക്കിയത്. പച്ചക്കള്ളമായിരുന്നു അവരുടെ പേരിൽ എഴുതി ചേർത്ത ചാർജുകൾ. പക്ഷെ പിണറായി വിജയനാണ് അത് എഴുതിയത്, പിണറായി വിജയന്റെ പോലീസാണ് കേസെടുത്തത്. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലം 24ഉം ഹാഷ്മിയും അടക്കമുള്ളവർ മഹാമൗനത്തിലായിരുന്നു. കാരണം പിണറായിയുടെ നാട്ടിലാണ് നടന്നത്. 5 ക്രൈസ്തവ പുരോഹിതരെ 2021 അതേ ഛത്തീസ്ഗഡിൽ 1 വർഷക്കാലം ജയിലിൽ അടച്ചിട്ടു. മഹാമൗനമായിരുന്നു, ആരും അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അപ്പോൾ മൗനം ഭഞ്ജിക്കപ്പെടുന്നത് എപ്പോഴാണ്? BJPയെ പ്രതിഷ്ഠാനത്ത് നിർത്താൻ കിട്ടുന്ന അവസരത്തിൽ മാത്രമാണ് മൗനം ഭഞ്ജിക്കപ്പെടുന്നത്. അല്ല, കോൺഗ്രസ് കാലത്താണ് കുറ്റം നടന്നതെങ്കിൽ, CPM കാലത്താണ് കുറ്റം നടന്നതെങ്കിൽ മഹാമൗനമാണ് ഹാഷ്മി. ആ മഹാമൗനത്തെ ഞങ്ങളും ഭയപ്പെടുന്നു. അതുകൊണ്ട് അന്വേഷിക്കട്ടെ. തുറന്ന പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കെതിരെ വേണമെങ്കിലും അന്വേഷിക്കാം. അശോകയോ പ്രതിപക്ഷ നേതാവല്ലേ, ഭരണപക്ഷ നേതാവല്ലല്ലോ. ഭരണപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടത്തട്ടെ. ആ നട്ടല് കാണിക്കട്ടെ, വാഴപ്പിണ്ടി അല്ലാന്ന് കാണിക്കട്ടെ. അത് കാണിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത കള്ളം, ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും അവിടെ വർഗീയ കലാപം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ദുഷ്ടത കൊണ്ടൊന്ന് സംശയിക്കത്തക്ക രീതിയിൽ മറ്റൊരു മതസ്ഥനാണ് ഇത് മൊത്തത്തിന്റെ കാരണം എന്നൊക്കെ പറയുന്നതിനോട് ദുഷ്ടലക്ഷ്യം അന്വേഷിക്കണ്ടേ? എന്താണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ BJPയുടെ പ്രതിപക്ഷ നേതാവിന് ഇത്ര ഹാലടക്കം എന്ന് അന്വേഷിക്കണ്ടേ? ജയസൂര്യൻ, അന്വേഷിക്കണം, ധൈര്യമായിട്ട് അന്വേഷിക്കണം. ഓക്കെ, അന്വേഷണം അടക്കം ഉണ്ടാവട്ടെ.